എക്സാം കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞപ്പോഴായിരുന്നു എന്നെ ഈ മൂവിലേക്ക് വിളിച്ചത്. അതായത് ഇന്ന് നൈറ്റ് ഒരു 7 o'clock വിളിച്ചിട്ട് പറയാണ്, ഒരു ഷൂട്ടുണ്ട്, മൂന്നാറാണ്, അല്ല സോറി ഊട്ടിയാണ്, കയ്യിലുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഒരു 50 ദിവസത്തേക്ക് പോരെ, കാറ് വിളിച്ച് പോരെ എന്നാ പറഞ്ഞത്. അപ്പോൾ ഏത് മൂവിയാണെന്നോ ഒന്നും അവിടെ ചോദിക്കാനൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാര്യം എക്സാം കഴിഞ്ഞു, 1 വീക്ക് ആയുള്ളൂ. എൻ്റെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് കൂട്ടിക്കഴിഞ്ഞാൽ അടുത്തുള്ള കുട്ടികളായിട്ട് കളിക്കുക, ഇതൊക്കെയല്ലേ. അപ്പോൾ ഷൂട്ടിന് പോയി കഴിഞ്ഞാൽ എനിക്ക് നടക്കൂലല്ലോ. പക്ഷെ ഇത് ഇത്രയും വലിയൊരു എക്സ്പ്രഷൻ മോഡിലേക്കാണ് പോണേന്ന് അപ്പം അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ പോയി ഏർലി മോർണിംഗ് എത്തി ഊട്ടിയിൽ. താഴെ ലോഞ്ചിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഓരോ കുട്ടികളും അവരുടെ പാരൻസ് ആയിട്ട് ഇങ്ങനെ വരിക. അപ്പോൾ ഓർത്തു, സെലക്ഷൻ ഉണ്ട്, സെലക്ഷൻ കഴിഞ്ഞാലേ ചിലപ്പോൾ കിട്ടുള്ളൂ, അപ്പോൾ വീട്ടിൽ പോവാം എന്നുള്ള ഒരു ഇതിൽ നിൽക്കാം. ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ല. കാര്യം അൻസുവും കൃഷ്ണയൊക്കെ ഭയങ്കര ഓവർ സ്മാർട്ടായിരുന്നു. ഞാൻ ഇച്ചിരി എന്താ പറയുക, ഈ സങ്കടം ഉള്ളതുകൊണ്ട് ഇച്ചിരി ഷൈ ആയിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നു. അങ്ങനെ 4 പേര് വന്നു കഴിഞ്ഞപ്പോഴേക്കും കുട്ടികളുടെ ഗ്യാങ് കഴിഞ്ഞു. പിന്നെ ഉള്ളത് സുജിത ചേച്ചിയും ധന്യ ചേച്ചിയാണ് തന്നെ. അപ്പൊ എന്താ വലിയ കുട്ടികളുണ്ടോ, ഇതെന്താ സംഭവം അറിയില്ല. സിബിസാറിന്റെ പടമാണെന്നോ മഞ്ജു ചേച്ചി ഉണ്ടെന്നോ ആരും ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ നിന്നു. ടെമ്പോ ട്രാവലറിലേക്ക് കയറിക്കോളാൻ രഞ്ജിത്തേട്ടൻ പറഞ്ഞു. അപ്പൊ എന്താ പറയുക, എല്ലാവരും പാരൻസ് ആയിട്ടല്ലേ വന്നേക്കുന്നേ. ഒരു ടെമ്പോ ട്രാവലറിനുള്ള ആളുണ്ട്. ഞങ്ങളതിൽ കയറി കുറേ പോയി, കുറേ ട്രാവൽ ചെയ്തിട്ടാണ് ആ ബംഗ്ലാവിൽ എത്തുന്നത്. അവിടെ ചെന്നപ്പോഴേക്കും ഷൂട്ട് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങാണ്. സിബിസാറും രഞ്ജിത്തേട്ടനൊക്കെ ഇങ്ങനെ ചേർന്നിരിക്കാം. ഞങ്ങളോട് പറഞ്ഞു ഹൈറ്റ് ഓർഡറിൽ ഒന്ന് നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ അപ്പോഴും സെലക്ഷനാണ് ഈ നടക്കുന്നത്, എനിക്ക് വീട്ടിൽ പോവാം എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഹൈറ്റ് ഓർഡറിൽ നിന്നു. അൻസു, നിവേദിത, കൃഷ്ണ, കൃപ, പിന്നെയാണ് ഞാൻ. അപ്പൊ ഞാൻ അപ്പോഴും വീട്ടിൽ പോവാം, പെട്ടിയൊന്നും പൊട്ടിക്കണ്ട എന്നുള്ള രീതിയിൽ, ഫുഡ് കഴിക്കാൻ പോവാ, എറണാകുളം എങ്ങനെയെങ്കിലും എത്തുക എന്നുള്ള രീതിയിൽ. സത്യം സാർ അങ്ങനെയായിരുന്നു എല്ലാം മൈൻഡ്. അത് കഴിഞ്ഞപ്പോഴേക്കും സതീശൻ ചേട്ടനെ വിളിച്ചു, കോസ്റ്റ്യൂം കൊടുക്കാൻ പറഞ്ഞു. കോസ്റ്റ്യൂം ഇട്ടു. പിന്നെ അഭിനയമല്ലല്ലോ അതിൽ നടന്നത്, ഫുൾ കളികളല്ലേ. പിന്നെ അതിലേക്ക് ആയി. പിന്നെ പോവാനായിരുന്നു സങ്കടം. തിരിച്ചും ഇതേപോലെ ടെമ്പോ ട്രാവലറിലാണ് ഞങ്ങളെ പാക്കപ്പ് ചെയ്തത് അവിടുന്ന്. അപ്പോഴും വീട്ടിലേക്കാണെന്നുള്ളത് അത് അപ്പോഴും അറിയില്ല. പോന്നു. തൃശ്ശൂർ എത്തിയപ്പോഴേക്കും കൃപ ഇറങ്ങി. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്പോട്ടിൽ ഇറങ്ങിയപ്പോ ശരിക്കും ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ എന്താ വെച്ചാല് വണ്ടി കഴിഞ്ഞാൽ സ്കൂൾ ഉറക്കുക ജൂണായി. അപ്പൊ ഇനി അതായത് അവിടുന്ന് പോരാനേ തോന്നുന്നുണ്ടായില്ല. ചേച്ചിമാരൊക്കെ ലാസ്റ്റാ പോയത്. ഞങ്ങളെയാണ് ആദ്യം പാക്കപ്പ് ചെയ്തത്. കാര്യം ഞങ്ങളായിരുന്നല്ലോ ബഹളം ഉണ്ടാക്കുന്ന ടീംസ്. അപ്പൊ ഞങ്ങളെ ആദ്യം സാറ് പാക്കപ്പ് ചെയ്തു. അപ്പൊ ഇപ്പോഴും പറയുകയാണ്, എനിക്കും എൻജോയ് ചെയ്ത മൂവിയാണ്. ഇനിയും അതേപോലെ ഒരു മൂവി വന്നാൽ അതേ ക്യാരക്ടറിൽ ചെയ്യാൻ ഇപ്പോഴും താല്പര്യമുണ്ട്. Thank you so much. Sir, anything else to add?